സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഗൂഗിൾ ഡ്രൈവ് PDF വ്യൂവറിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ സർട്ടിഫിക്കറ്റുകൾ ഓപ്പൺ ആയി വരും. അവിടെ മുകളിൽ വലതുഭാഗത്തായി സെർച്ച് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ വരും. അവിടെ സ്കൂൾ കോഡോ കുട്ടിയുടെ പേരോ സ്കൂളിൻ്റെ പേരോ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ പ്രസ്തുത സർട്ടിഫിക്കറ്റ് ഓപ്പൺ ആയി വരും. അവിടെ നിന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ പേജ് നമ്പർ അവിടെ കാണാൻ കഴിയും. ഇവിടെ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പേജ് നമ്പർ 303 ആണ്. അപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ പേജ് നമ്പർ ഏതാണോ അത് ഉറപ്പിക്കുക. അതിനുശേഷം പിറകിലേക്ക് വരിക. ശേഷം ഏറ്റവും വലതുഭാഗത്ത് മുകളിലായിക്കൊണ്ടുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും പ്രിൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം മുകളിൽ നീല നിറത്തിൽ കാണുന്ന ബാറിലെ ആരോവിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് പേപ്പർ A4 എന്ന സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ പേജ് നമ്പർ എൻ്റർ ചെയ്യുക. അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ നടുവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാത്രമായി അവിടെ ലോഡാവുന്നതാണ്. അവിടെ നിന്നും മുകളിൽ വലത് ഭാഗം മഞ്ഞ നിറത്തിലുള്ള PDF എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡറിൽ സെലക്ട് ചെയ്തുകൊണ്ട് സേവ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫോണിലെ മൈ ഫയൽസിൽ വരിക. അവിടെ നിന്നും സേവ് ചെയ്തത് എവിടെയാണോ ആ ഫയൽ ജില്ലയുടെ പേരിൽ അവിടെ സേവായി കാണാം. അവിടെ നിന്നും ആവശ്യമെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് റിനെയിം ചെയ്യാവുന്നതാണ്, പേര് മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പേര് ചേഞ്ച് ചെയ്യുകയാണ്. എൻ്റെ കുട്ടിയുടെ പേരിൽ പേര് ചേഞ്ച് ചെയ്യുകയാണ്. അതിനുശേഷം റിനെയിം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഫയൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്.